ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കാം. 1869 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ഭായിയുടെയും മകനായിട്ടാണ് ഗാന്ധിജി ജനിച്ചത്. വർഷം 1869 ഒക്ടോബർ 2. 1883 കസ്തൂർബായെ വിവാഹം ചെയ്തു. 1888 നിയമം പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷമാണ് 1888. 1891 നിയമപഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും ബോംബെയിലും രാജ്കോട്ടിലും അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. 1893 ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയി. 1893 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലേക്കുള്ള യാത്രാമധ്യേ വർണ്ണ വിവേചനത്തിന്റെ പേരിൽ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ടത്. വർഷം 1893. 1894 നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകി. 1899 ആയപ്പോഴേക്കും ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചു. 1901 ആയപ്പോഴേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തു. അപ്പം ഗാന്ധി ആദ്യമായിട്ട് INC സമ്മേളനത്തിൽ പങ്കെടുത്തത് 1901. 1903 ആയപ്പോഴേക്കും ജോഹനാസ്ബർഗിലെ ആദ്യത്തെ വക്കീൽ ഓഫീസ് ഗാന്ധിജി ആരംഭിച്ചു. എവിടാണ്? ജോഹനാസ്ബർഗ്. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1904 ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ചത്. 1904 തന്നെ ഫീനിക്സ് സെറ്റിൽമെന്റ് എന്ന ആശ്രമം ഡർബനിൽ സ്ഥാപിച്ചു. 1906 ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ സത്യാഗ്രഹം നടന്ന വർഷം 1906. 1907 ഏഷ്യക്കാരുടെ നിർബന്ധിത രജിസ്ട്രേഷനെതിരെ ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ചു. 1907. 1908 ആയപ്പോഴേക്കും ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം നടന്നു. 1908 ഗാന്ധിജിയെ ആദ്യമായിട്ട് ജയിലിൽ അടച്ചത്. 1909 ഹിന്ദ് സ്വരാജ് എഴുതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1909 ഹിന്ദ് സ്വരാജ് ഗാന്ധിജി എഴുതിയത്. 1910 ആയപ്പോഴേക്കും ജോഹനാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം എന്ന പേരിൽ ഗാന്ധിജി ഒരു ആശ്രമം സ്ഥാപിച്ചു. 1910. 1914 ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ആംബുലൻസ് സംഘം രൂപീകരിച്ചു. ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ആംബുലൻസ് സംഘം രൂപീകരിച്ചത് 1914. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഗാന്ധിജി മടങ്ങിയെത്തി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തത് 1915 ജനുവരി 9. 1915 തന്നെയാണ് അഹമ്മദാബാദിലെ കൊച്രാബിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത്. പിന്നീട് 1917 ഈ ആശ്രമം സബർമതി നദീതീരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. 1917 ബീഹാറിലെ ചമ്പാരനിലെ നീലം തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജി നടത്തി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹമായിട്ടുള്ളത് ബീഹാറിലെ ചമ്പാരനിൽ നടന്ന നീലം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സത്യാഗ്രഹമാണ്. വർഷം 1917. 1918 ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യത്തെ നിരാഹാര സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം 1918 അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടി. 1918 തന്നെയാണ് കേദ സത്യാഗ്രഹം നടന്നത്. 1919 റൗലറ്റ് ആക്ടിനെതിരെ രാജ്യവ്യാപകമായിട്ട് സത്യാഗ്രഹം നടത്തി. 1919 റൗലറ്റ് ആക്ടിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള സത്യാഗ്രഹവും ഗാന്ധിജി നടത്തി. 1919 യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലും നവജീവൻ ഗുജറാത്തി ഭാഷയിലും ഉള്ള വാരികയുടെ പത്രാധിപനായിട്ട് ഗാന്ധിജി ചുമതലയേറ്റു. 1919 ഇംഗ്ലീഷ് ഭാഷയിലുള്ള യങ് ഇന്ത്യ, ഗുജറാത്തി ഭാഷയിലുള്ള നവജീവൻ എന്ന വാരികയുടെ പത്രാധിപനായിട്ട് ഗാന്ധിജി ചുമതലയേറ്റു. 1920 ആയപ്പോഴേക്കും ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1920.
1920 തന്നെയാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകി. കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ഗാന്ധി തിരിച്ചു നൽകിയ വർഷം 1920. എന്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൈസർ ഇ ഹിന്ദ് എന്ന ഗാന്ധിക്ക് ലഭിച്ച ബഹുമതി തിരിച്ചു നൽകിയത്. 1920 ആയപ്പോഴേക്കും നിസ്സഹകരണ പ്രസ്ഥാനവും ആരംഭിച്ചു. 1920 അന്നേരം ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടു. കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു കൊടുത്തു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഇനി 1921 ദേശസ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും ഭാഗമായിട്ട് ഖാദി ധരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് ഖാദി ധരിക്കാനുള്ള തീരുമാനം എടുത്തത് 1921. 1922 ആയപ്പോഴേക്കും ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷം 1922. ഏത് സംഭവത്തെ തുടർന്നാണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ്. 1924 ഗാന്ധിജി പ്രസിഡന്റായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ബെൽഗാമിൽ വെച്ച് നടന്നു. അപ്പൊ ഗാന്ധിജി INCയുടെ പ്രസിഡന്റായ സമ്മേളനമാണ്. INC സമ്മേളനം ഏതാണ്? 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി INC പ്രസിഡന്റായി. 1925 ചർക്കാ സംഘം ഗാന്ധിജി സ്ഥാപിച്ചത്. ചർക്കാ സംഘം 1925 തന്നെ ഒരു വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. 1930 സബർമതി ആശ്രമത്തിൽ നിന്നും 385 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് 78 പേരടങ്ങിയ സംഘവുമൊത്ത് നടത്തിയ ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം നടന്നു. 1930 ഗാന്ധിയും മറ്റ് 78 പേരും കൂടെ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്നാണ് നിയമലംഘന പ്രസ്ഥാനം അവസാനിച്ചത്. ഗാന്ധി ഇർവിൻ പാക്ടിനെ തുടർന്ന് എന്താ സംഭവിച്ചു? നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി അവസാനിപ്പിച്ചു. വർഷം 1931. 1931 വീണ്ടും ഒരു സമ്മേളനം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. വർഷം 1931. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 1932 അഖിലേന്ത്യാ ഹരിജന സംഘം സ്ഥാപിച്ചു. അഖിലേന്ത്യാ ഹരിജന സംഘം സ്ഥാപിച്ച വർഷം 1932. 1932 ഹരിജനങ്ങൾക്ക് പ്രത്യേക സമാജം സ്ഥാപിച്ചു. ഹരിജനങ്ങൾക്ക് വേണ്ടി ഗാന്ധി പ്രത്യേക ഒരു സമാജം സ്ഥാപിച്ചതും 1932 തന്നെയാണ്. ഹരിജനങ്ങൾക്ക് പ്രത്യേകം നിയോജക മണ്ഡലം അനുവദിച്ചുകൊണ്ട് ബ്രിട്ടീഷ് നടപടിക്കെതിരെ മരണം വരെ ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും ചെയ്തു 1932. 1932 തന്നെ പൂനെ ഉടമ്പടി പ്രകാരം ഗാന്ധിജിയുടെ ഈ ഉപവാസം പക്ഷെ അവസാനിപ്പിച്ചു. അപ്പൊ പൂനെ ഉടമ്പടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 1932. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പൂനെ ഉടമ്പടി 1932. 1933 ഹരിജൻ എന്ന പേരിൽ വാരിക ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഒരു വാരികയാണ് ഹരിജൻ. വർഷം 1933. 1933 പിന്നെയുമുണ്ട്. യേർവാദ ജയിലിൽ ഒരു വർഷത്തെ തടവ് ജീവിതത്തിന് ഗാന്ധിജിയെ തടവിലാക്കിയിട്ടുണ്ട്. 1933 ഒരു കൊല്ലത്തെ തടവ് ജീവിതത്തിനായിട്ട് യേർവാദ ജയിലിൽ ഗാന്ധിയെ വിട്ടു. 1934 ആയപ്പോഴേക്കും അയിത്ത ആചാരങ്ങൾക്കെതിരെ വാർധ ആശ്രമത്തിൽ 7 ദിവസത്തെ നിരാഹാരം അനുഷ്ഠിച്ചു. 1934 അയിത്ത ആചാരങ്ങൾക്കെതിരെയുള്ള ഗാന്ധിജിയുടെ 7 ദിവസത്തെ നിരാഹാരം വാർധ ആശ്രമത്തിൽ വെച്ച് നടന്നത്. 1934 ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ആരംഭിച്ചു. 1934 തന്നെ ഉള്ള സംഭവമാണ്. ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഗാന്ധിജി ആരംഭിച്ചു. 1934 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചു. INCയിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ച വർഷം 1934. 1936 വാർധയിൽ സേവാഗ്രം ആശ്രമം സ്ഥാപിച്ചു. വാർധയിൽ തന്നെ അദ്ദേഹം സേവാഗ്രം എന്ന ആശ്രമം സ്ഥാപിച്ച വർഷം 1936. 1942 ഡൽഹിയിൽ വെച്ച് സ്റ്റഫോർഡ് ക്രിപ്സിനെ സന്ദർശിക്കുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ
തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ 1942 ഡൽഹിയിൽ വെച്ച് ഗാന്ധിജി സ്റ്റഫോർഡ് ക്രിപ്സിനെ സന്ദർശിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ആശയത്തെ എന്താണ് ഗാന്ധിജി പറഞ്ഞത്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. വർഷം 1942. 1942 തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന്റെ വർഷം 1942. 1942 കസ്തൂർബായോടും മറ്റ് അംഗങ്ങളോടൊപ്പം അറസ്റ്റിലാവുകയും പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ തടവിൽ പാർക്കുകയും ചെയ്തു. അപ്പോൾ പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ ഗാന്ധിജിയെ തടവിലാക്കിയത് 1942. 1943 വൈസ്രോയി ഇന്ത്യൻ നേതാക്കളും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്ക് അന്ത്യം കുറിക്കാനായിട്ട് അഗാഖാൻ പാലസിൽ 21 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. അഗാഖാൻ പാലസിൽ വെച്ച് 21 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1943. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കുള്ള പരിഹാര പ്രവർത്തനമായിട്ട് ബംഗ്ലാദേശിലെ നവക്കാലിയിൽ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി എവിടെ ആയിരുന്നു? ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കുള്ള പരിഹാര പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ നവക്കാലിയിലായിരുന്നു ഗാന്ധിജി. 1948 ആയപ്പോഴേക്കും ജനുവരി 30 ഗാന്ധിയുടെ 78ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ജനുവരി 30 നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിച്ചു വരുന്നു. കുറച്ച് ബേസിക് ഫാക്റ്റ് നോക്കാം. ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന കൃതി എഴുതിയത് തോമസ് മെർട്ടൺ ആണ്. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതി എഴുതിയത് ലൂയിസ് ഫിഷർ. ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ജോസഫ് ലെലിവെൽഡ് ആണ്. ഗാന്ധിജിയെ സ്വാധീനിച്ച അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതി രചിച്ചത് ജോൺ റസ്കിൻ ആണ്. ഡേ ടു ഡേ വിത്ത് ഗാന്ധി എന്ന കൃതി എഴുതിയത് മഹാദേവ് ദേശായി. എല്ലാം ഒന്നുകൂടെ നോക്കാം. ഗാന്ധി ഓൺ നോൺ വയലൻസ് തോമസ് മെർട്ടൺ. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ലൂയിസ് ഫിഷർ. ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ ജോസഫ് ലെവിവെൽഡ്. ഗാന്ധിയെ സ്വാധീനിച്ച അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതി എഴുതിയത് ജോൺ റസ്കിൻ ആണ്. ഡേ ടു ഡേ വിത്ത് ഗാന്ധി എന്ന കൃതിയെ മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രചനയായിട്ട് വരുന്നത് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട രചനയാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ദ വേൾഡ് ഓഫ് ഗാന്ധി. ദ എസെൻഷ്യൽ ഗാന്ധി. ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് ഗാന്ധി. ദ പെൻഗ്വിൻ ഗാന്ധി റീഡർ. ദ ഭഗവത് ഗീത അക്കോർഡിംഗ് ടു ഗാന്ധി. ദ ബുക്ക് ഓഫ് ഗാന്ധി വിസ്ഡം. ഹിന്ദ് സ്വരാജ് ആൻഡ് അതർ റൈറ്റിംഗ്സ്. തേർഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ റെയിൽവേസ്. ഇത്രയും കൃതികളാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട രചനയായിട്ട് വരുന്നത്. ഒന്നും കൂടെ നോക്കാം. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ദ വേൾഡ് ഓഫ് ഗാന്ധി. ദ എസെൻഷ്യൽ ഗാന്ധി. ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് ഗാന്ധി. ദ പെൻഗ്വിൻ ഗാന്ധി റീഡർ. ദ ഭഗവത് ഗീത അക്കോർഡിംഗ് ടു ഗാന്ധി. ദ ബുക്ക് ഓഫ് ഗാന്ധിസ് വിസ്ഡം. ഹിന്ദ് സ്വരാജ് ആൻഡ് അതർ റൈറ്റിംഗ്സ്. തേർഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ റെയിൽവേസ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെ പറ്റി നോക്കാം. ഗാന്ധിജിയുടെ ആദ്യത്തെ സന്ദർശനം 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1920 ഓഗസ്റ്റ് മാസം 18. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി എത്തിച്ചേർന്നത്. 1920 ഓഗസ്റ്റ് 18. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചാരണത്തിനാണ്. പക്ഷെ PSC ഉത്തരമായിട്ട് വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥം എന്നാണ്. രണ്ട് നോക്കി വെച്ചേക്കുക. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചാരണത്തിനാണ് യഥാർത്ഥത്തിൽ വന്നത്. PSC ഉത്തര സൂചികയിൽ ചിലപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ എന്നാണ് കാണിക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കെ മാധവൻ നായർ. ഗാന്ധിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം വർഷം 1925. ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1925 മാർച്ച് 8. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം. എന്തുമായിട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം. രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി
റാണി സേതു ലക്ഷ്മിഭായി ആണ്. രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജിയെ സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിഭായി. ഗാന്ധിജി തന്റെ രണ്ടാം കേരള സന്ദർശനത്തിൽ ശിവഗിരിയിൽ എത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. അപ്പോൾ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനത്തിൽ വർക്കല ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ. ഗാന്ധിജിയുടെ മൂന്നാം സന്ദർശനം വർഷം 1927. ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1927 ഒക്ടോബർ മാസം 9. ദക്ഷിണേന്ത്യൻ പര്യടനത്തിനനുബന്ധിച്ച് ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ചത്. ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരളം സന്ദർശനം. തൃശ്ശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചതും ഖാദിയുടെ പ്രചാരണ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കേരള സന്ദർശനത്തിലാണ്. തൃശ്ശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചതും ഖാദിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ മൂന്നാമത് കേരള സന്ദർശനത്തിലാണ്. മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടി. വള്ളത്തോളിനെ ഗാന്ധിജി കണ്ടുമുട്ടിയത് മൂന്നാമത്തെ കേരള സന്ദർശനത്തിലാണ്. നാലാം കേരള സന്ദർശനം വർഷം 1934. ഹരിജൻ ധനസമാഹരണത്തിനായിട്ട് ഗാന്ധിജി നാലാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1934 ജാനുവരി മാസം 10. ഹരിജന ഫണ്ടിലേക്കായിട്ട് വടകരയിൽ വെച്ച് തന്റെ ആഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ. ഹരിജൻ ഫണ്ടിലേക്ക് വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണ ആഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത കൗമുദി ടീച്ചർ. അഞ്ചാം സന്ദർശനം വർഷം 1937. ഗാന്ധിജി അവസാനമായിട്ട് കേരളം സന്ദർശിച്ച വർഷം അഞ്ചാം സന്ദർശനം വർഷം 1937 ജാനുവരി 12. ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി തന്റെ അവസാനത്തെ കേരള സന്ദർശനത്തിൽ വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി. ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് വെങ്ങാനൂരിൽ വെച്ചാണ് അഞ്ചാം കേരള സന്ദർശനത്തിൽ. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അയ്യങ്കാളിയെ എന്താണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? പുലയ രാജ. നമുക്ക് ഈ 5 സമ്മേളനം ഒന്നും കൂടെ നോക്കാം. ഗാന്ധിജിയുടെ ആദ്യത്തെ സന്ദർശനം 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിസ്സാരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചാരണം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിനാണ് ഒന്നാമത് വന്നത്. തർജ്ജമ ചെയ്ത വ്യക്തി കെ മാധവൻ നായരാണ്. രണ്ടാമത്തെ ഗാന്ധിജിയുടെ സന്ദർശനം 1925 മാർച്ച് മാസം 8 വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഗാന്ധിജിയെ സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി ആണ്. രണ്ടാമത്തെ സന്ദർശനത്തിൽ ഗാന്ധിജി തന്റെ രണ്ടാം കേരള സന്ദർശനത്തിൽ വർക്കല ശിവഗിരിയിൽ വന്നു ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. ശ്രീനാരായണ ഗുരു ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തത് എൻ കുമാരൻ. മൂന്നാമത്തെ സന്ദർശനം 1927. 1927 ഒക്ടോബർ മാസം 9 ഗാന്ധിജി മൂന്നാമത് കേരളത്തിൽ വന്നത്. അന്ന് ദക്ഷിണേന്ത്യൻ പര്യടനത്തിന് അനുബന്ധിച്ച് ഗാന്ധിജി മൂന്നാമത് വന്നു. തൃശ്ശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചു. ഖാദി പ്രചാരണത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ മൂന്നാമത് സന്ദർശനത്തിന്റെ ഉദ്ദേശങ്ങളാണ് ഇതെല്ലാം. അതേപോലെ മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി ആരെ കണ്ടുമുട്ടി? വള്ളത്തോൾ നാരായണ മേനോനെ. നാലാമത്തെ സന്ദർശനം 1934 ജാനുവരി 10. അതെന്തിനാണ് വന്നത്? ഹരിജൻ ധനസമാഹരണത്തിനായിട്ട്. അപ്പോൾ വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ. അഞ്ചാമത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം വർഷം 1937 ജാനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനത്തെ കേരള സന്ദർശനത്തിന് വന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഗാന്ധി തന്റെ അവസാന കേരള സന്ദർശനത്തിൽ വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി. അപ്പോൾ അയ്യങ്കാളിയെ ഗാന്ധി എന്താണ് വിശേഷിപ്പിച്ചത്? പുലയ രാജ. നമുക്ക് കുറച്ച് അല്ലാതെ കാര്യങ്ങളും കൂടെ നോക്കാം. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. വേദാരണ്യം ഗാന്ധി സി രാജഗോപാൽ ആചാരി. കേരള ഗാന്ധി കെ കേളപ്പൻ. മാഹി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആധുനിക ഗാന്ധി ബാബ ആംതെ. സൗത്ത് ആഫ്രിക്കൻ ഗാന്ധിയാണ് നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. ബർമീസ് ഗാന്ധി ആങ് സാങ് സൂചി. ഇന്തോനേഷ്യൻ ഗാന്ധിയാണ് അഹമ്മദ് സുകാർണോ. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത. ശ്രീലങ്കൻ ഗാന്ധി MT അരിയാട്ന. ബാൽക്കൺ ഗാന്ധി ഇബ്രാഹിം റുഗേവ. ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. ലാറ്റിൻ അമേരിക്കൻ ഗാന്ധിയാണ് സൈമൺ ബോളിവർ. ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷർ. കാന ഗാന്ധി ക്വാമി എൻക്രൂമ. ജപ്പാൻ ഗാന്ധി കഗേവ. ജസ്റ്റ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. വേദാരണ്യം ഗാന്ധി സി രാജഗോപാൽ ആചാരി. കേരള ഗാന്ധി കെ കേളപ്പൻ. മാഹി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആധുനിക ഗാന്ധി ബാബ ആംതെ. സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. ബർമീസ് ഗാന്ധി ആങ് സാങ് സൂചി. ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുകാർണോ. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത. ശ്രീലങ്കൻ ഗാന്ധി AT അരിയരത്ന. ബാൽക്കൺ ഗാന്ധി ഇബ്രാഹിം റുഗേവ. ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബോളിവർ. ജർമ്മൻ ഗാന്ധി ജൊറാൾഡ് ഫിഷർ. കാന ഗാന്ധി ക്വാമി എൻക്രൂമ. ജപ്പാൻ ഗാന്ധി കഗേവ ആണ്. ഗാന്ധി സിനിമ. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് അറ്റൻബറോ ആണ്. ഗാന്ധിജിയായിട്ട് സിനിമയിൽ വേഷമിട്ടത് ബെൻ കിങ്സ്ലി ആണ്. കസ്തൂർബ ഗാന്ധിയായിട്ട് വേഷമിട്ടത് രോഹിണി ഹട്ടങ്കടി ആണ്. നെഹ്റുവായിട്ട് വേഷമിട്ടത് റോഷൻ സേത്ത് ആണ്. ജിന്നയായിട്ട് വേഷമിട്ടത് അലിക് പദംസിയും ആണ്. ഗാന്ധിജി സിനിമയ്ക്ക് 8 ഓസ്കാർ അവാർഡ് ലഭിച്ചു. ഗാന്ധി എന്ന സിനിമയ്ക്ക് 8 ഓസ്കാർ അവാർഡാണ് ഒരുമിച്ച് ലഭിച്ചത്. 2021 മെയ്യിൽ അന്തരിച്ച മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് വി കല്യാണം. 1943 മുതൽ 48 വരെ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. VK കല്യാണത്തിൻ്റെ ജന്മസ്ഥലം ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. VK കല്യാണം ഗാന്ധിജിയോടൊപ്പമുള്ള തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഹിസ് ഡേയ്സ് വിത്ത് ബാപ്പു എന്ന കൃതി രചിച്ചത് ശോഭ വാര്യറാണ്. VK കല്യാണം ഗാന്ധിയോടൊപ്പമുള്ള തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഹിസ് ഡേയ്സ് വിത്ത് ബാപ്പു എന്ന കൃതി എഴുതിയത് ശോഭ വാര്യർ. ഗാന്ധിജി ജനിച്ച വർഷം 1869 ഒക്ടോബർ 2. ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു? 1906 സെപ്റ്റംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ആദ്യമായിട്ട് ജയിലിലാക്കപ്പെട്ടത് 1908 ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലാണ്. വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജി അധിക്ഷേപിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു സ്റ്റേഷനാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം ആശ്രമം സ്ഥാപിച്ച വർഷം 1910 ആണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം ആശ്രമം ആരംഭിച്ചത് 1910. ഗാന്ധിജി ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത് എവിടെ? ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത് ഡർബൻ, ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഇന്ത്യൻ ഒപ്പീനിയൻ വർഷം 1904. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷമാണ് 1915 ജാനുവരി 9. ജാനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതി ദിവസമായിട്ട് ആചരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധി മടങ്ങിയെത്തിയ ദിവസമായിട്ടുള്ള ജാനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയുടെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ്.
ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിക്കാൻ കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അത് നടന്നത് 1919 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് ഗാന്ധിജി തന്റെ കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിച്ചത്. യങ് ഇന്ത്യ, നവജീവൻ എന്നീ വാരിക ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. യങ് ഇന്ത്യയും നവജീവനും. ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള ഏക കോൺഗ്രസ് സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. 1932 ഓൾ ഇന്ത്യ ഹരിജൻ സമാജിന്റെ സ്ഥാപകനാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജി വാർധ ആശ്രമം സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ്. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം 1933. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ചത് 1933. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശസ്നേഹിയുടെ രാജകുമാരൻ എന്നാണ്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശസ്നേഹികളുടെ രാജകുമാരൻ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസെന്റ് ചർച്ചിലാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന അഭിസംബോധന ചെയ്തത്. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രീയ ഗുരു, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം 1948 ജാനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ച വ്യക്തിയാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. വർഷം 1948 ജാനുവരി 30. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. വർഷം 1942. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷൻ. ബാബ ആംബേദ്കർക്ക് അഫൈ സാധക് എന്ന വിശേഷണം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. ബാബ ആംബേദ്കർക്ക് അഫൈ സാധക് എന്ന വിശേഷണം നൽകിയത് മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്ന കാലയളവ് 1919 മുതൽ 47 വരെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗമാണ് 1919 മുതൽ 47 വരെ. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? കേദാ സത്യാഗ്രഹം. ഗാന്ധിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേര് സത്യനാ പ്രയോഗോ എന്നാണ്. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച വർഷം 1915 ആണ്. ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് എന്ന പദവി ലഭിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന കാലയളവ് 1869 മുതൽ 1921 വരെയാണ്. ഗാന്ധിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന കാലയളവ്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം 1927 നവജീവനാണ് ഗാന്ധിയുടെ ആത്മകഥ. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഗുജറാത്തി ഭാഷയാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് മഹാദേവ് ദേശായി. സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ മഹാത്മാഗാന്ധി. സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ കൂടിയാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാരി. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സി രാജഗോപാൽ ആചാരി. ഗാന്ധിജിയുടെ ശിഷ്യനായിട്ടുള്ള മീരാബെന്നിന്റെ യഥാർത്ഥ പേരാണ് മാഡലിൻ സ്ലേറ്റ്. ഗാന്ധിയുടെ ശിഷ്യയായിട്ടുള്ള മീരാബെന്നിന്റെ യഥാർത്ഥ പേരാണ് മാഡലിൻ സ്ലേഡ്. മഹാദേവ് ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിട്ടുള്ളത് പാരിലാൽ ആണ്.
മഹാദേവ് ദേശായിക്ക് ശേഷം ഗാന്ധിയുടെ സെക്രട്ടറി ആരായിരുന്നു? പ്യാരിലാൽ. ഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കായാത്രയോട് ഉപമിച്ചത് മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കായാത്രയോട് ഉപമിച്ചത് മോത്തിലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഇന്ന് ഗാന്ധിജിയുടെ മരണശേഷം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിയുടെ വചനങ്ങൾ നോക്കാം. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട വചനമാണ്. എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരി മാൻസ് നീഡ് ബട്ട് നോട്ട് എവരി മാൻസ് ഗ്രീഡ്. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജി. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം. ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഇന്ത്യ ലീവ്സ് ഇൻ ഇറ്റ്സ് വില്ലേജ് എന്ന് പറഞ്ഞതും ഗാന്ധിജി. ഉപഭോക്താവ് നമുക്ക് ഏറ്റവും പ്രധാനമുള്ള വ്യക്തിയാണ്. എ കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ അവർ പ്രിമിസസ്. ഉപഭോക്താവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞതും ഗാന്ധിജി. ഞാൻ അപ്പം ചോദിച്ചു, കിട്ടിയത് കല്ലാണ്. ഓൺ ബെൻഡഡ് നീസ് ഐ ആസ്ക്ഡ് ഫോർ ബ്രെഡ് ആൻഡ് ഐ ഹാവ് റിസീവ്ഡ് സ്റ്റോൺ ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. അസ്പൃശ്യത നിലനിന്നിരുന്ന ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും. പവർ കറപ്റ്റ്സ്, ഡു നോട്ട് ലെറ്റ് യുവർ സെൽഫ് ബി എൻട്രാപ്ഡ് ബൈ ഇറ്റ്സ് പോംപ് ആൻഡ് പാഗൻട്രി എന്ന് പറഞ്ഞത് ഗാന്ധിജി. ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണ്, ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ജോർജ് ബെർണാഡ് ഷായാണ്. ജോർജ് ബെർണാഡ് ഷാ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് ഈ ഒരു വാചകം. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇന്ത്യയിൽ വന്ന ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, അലക്സാണ്ടർ ദില്ലൻ. ദില്ലനാണ് ഇതിലില്ലാത്തത്. ഇന്ത്യയിൽ വന്ന ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നു പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി മഹാത്മാഗാന്ധി എന്ന ഈ ഒരു വലിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.